ഇതൊരു പഴയ കഥയാണ്. 996 AD കാലഘട്ടത്തിൽ ഗ്രേറ്റ് ട്രാൻസ്ലേറ്ററായ റിൻജൻ സാൻഗോ ഇന്ത്യൻ ബുദ്ധിസം ടിബറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണസ്ട്രി ഉണ്ടാക്കി. 1027 കൊല്ലം പഴക്കം വരുന്ന ഏൻഷ്യൻ സിൽക്ക് റോഡിലുള്ള ഈ മോണസ്ട്രിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് മോണസ്ട്രി എന്നറിയപ്പെടുന്ന ടാബോ മോണസ്ട്രി, AKA ടാബോ ചോസ്കോ മോണസ്ട്രി. ഖാസയിൽ നിന്ന് ഷിംലയിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു 36 കിലോമീറ്റർ പോയാൽ ടാബോയിലെത്താം. ടൈം ട്രാവൽ ഇത് ഒരു 1000 കൊല്ലം പുറകിലോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ഫീൽ നമുക്ക് ഓൾഡ് മോണസ്ട്രിന്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൊണസ്ട്രി ബുദ്ധിസ്റ്റിന്റെ വെറും ഒരു സ്പിരിച്വൽ സെന്റർ മാത്രമല്ല, ടിബറ്റൻ ആർട്ടിന്റെയും കൾച്ചറിന്റെയും ഒരു ലിവിംഗ് മ്യൂസിയം കൂടിയാണിത്. വിലമതിക്കാനാവാത്ത മ്യൂറൽസും പെയിന്റിങ്സും സ്കൾപ്ചേഴ്സും കൊണ്ട് സമ്പന്നമാണ് ഈ ഓൾഡ് മൊണസ്ട്രി. അതുകൊണ്ട് തന്നെ അജന്ത ഓഫ് ഹിമാലയാസ് എന്നുള്ള പേരിലാണ് ഈ മൊണസ്ട്രി അറിയപ്പെടുന്നത്. 9 മഡ് കൊണ്ട് ഉണ്ടാക്കിയ ടെമ്പിളും 23 സ്റ്റൂപ്പാസും അടങ്ങിയതാണ് ഈ ഓൾഡ് മൊണസ്ട്രി. ഓൾഡ് മൊണസ്ട്രി അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ന്യൂ മൊണസ്ട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും പഴക്കം ചെന്ന പെയിന്റിങ്സും മ്യൂറൽസും ഒക്കെ ക്യാമറയുടെ ഫിസിക്കൽ പ്രസൻസും ഫ്ലാഷും കാരണം ഡാമേജ് ആവുന്നതാണ് ഇവർ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓൾഡ് മോണസ്ട്രിന്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. ഇതൊരു നാഷണൽ ഹിസ്റ്റോറിക് ട്രഷർ ആയതുകൊണ്ട് തന്നെ ASI അഥവാ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ആണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സ്പിത്തിയും ടാബോ ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ടൈം May to October ആണ്. ആ ടൈമിലാണ് നമുക്ക് കംഫർട്ടബിൾ ആയ ക്ലൈമറ്റും അതുപോലെ തന്നെ കംപ്ലീറ്റ് റോഡ്സും ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഒരിക്കൽ ദലൈലാമ പറഞ്ഞിരുന്നു, ഞാൻ എപ്പോഴെങ്കിലും റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ താമസിക്കാൻ ചൂസ് ചെയ്യുന്ന സ്ഥലം അത് ടാബോ മോണസ്ട്രി ആയിരിക്കും.